ഫോർട്ട് കൊച്ചിക്ക് സമീപം സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത ചരക്ക് കപ്പലായ MV വാൻഹായ് 503 2025 ജൂൺ 9 ഉണ്ടായ തീപിടുത്തം അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ നാവാശേവയിലേക്കുള്ള യാത്രാമധ്യേ കേരള തീരത്ത് ആഴിക്കടലിന് സമീപം 44 നോട്ടിക്കൽ മൈൽ അഥവാ 81 കിലോമീറ്റർ അകലെ തീപിടുത്തമുണ്ടായി. തീ നിയന്ത്രണാതീതമായി വ്യാപിക്കുന്നതിനാൽ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. തീരപ്രദേശത്ത് പാരിസ്ഥിതിക സുരക്ഷാ പ്രത്യാഘാതങ്ങളും ഉയർത്തുന്ന ആശങ്കാജനകമായ സ്ഥിതിയാണ് നിലവിലുള്ളത്. തീ ആദ്യം ജൂൺ 9 രാവിലെ 9:20 ആഴിക്കടലിന് തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തീ പ്ലാസ്റ്റിക് റെസിൻ നിറച്ച കണ്ടെയ്നറുകളിലേക്ക് വ്യാപിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി. കപ്പലിന്റെ ചട്ടക്കൂടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചില ചരക്കറകൾ ഭാഗികമായി തകരുകയും ചെയ്തു. കണ്ടെയ്നറുകൾ മറിഞ്ഞു വീണെങ്കിലും കടലിൽ വീണിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉടനെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. INS സുരത്ത്, ഡോണിയൽ വിമാനങ്ങൾ, സക്ഷം, വാട്ടർ ലില്ലി എന്നീ ടഗുകൾ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചു. വെള്ളം ഉപയോഗിച്ചുള്ള തീകെടുത്തൽ പരാജയപ്പെട്ടതിനാൽ പൈറോക്കൂൾ എന്ന രാസവസ്തു ഉപയോഗിക്കാൻ വിർഗോ എന്ന കപ്പൽ ഉപയോഗിക്കുന്നുണ്ട്. ജൂൺ 12 തീ നിയന്ത്രിക്കാൻ ഡ്രൈ കെമിക്കൽ പൗഡർ വിമാനമാർഗം എയർഡ്രോപ്പ് ചെയ്തിരുന്നു. എന്നാൽ കനത്ത കാറ്റും മഴയും തിരമാലകളും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് അഥവാ ജലനിരപ്പിൽ നിന്നും കപ്പലിൻ്റെ അടിത്തട്ട് വരെയുള്ള ആഴം വർദ്ധിച്ചതിനാൽ മുൻഭാഗം വെള്ളത്തിനടിയിലാണ്. ആദ്യമൊക്കെ കപ്പലിൻ്റെ പേര് വായിക്കാൻ കഴിയുമായിരുന്നെങ്കിലും ഇപ്പോൾ അത് സാധ്യമല്ല. തീകെടുത്താൻ ഉപയോഗിച്ച വെള്ളം കപ്പലിൻ്റെ ഉൾഭാഗത്ത് കെട്ടിക്കിടക്കുന്നതും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. കപ്പൽ നിലവിൽ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് 128 നോട്ടിക്കൽ മൈൽ അഥവാ 237 കിലോമീറ്റർ അകലെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് അഥവാ EEZന് പുറത്താണ്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങളുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം വാൻഹായ് ലൈൻസ് കണ്ടെയ്നറുകളുടെ പൂർണ്ണ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറിയിട്ടില്ല. വിഷപദാർത്ഥങ്ങൾ എഞ്ചിൻ റൂമിലെ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ പമ്പുകളും ഹോസുകളും ഉപയോഗിക്കാൻ കഴിയില്ല. 22 ക്രൂ അംഗങ്ങളിൽ 4 പേരെ കാണാതായി, 5 പേർക്ക് പരിക്കേറ്റു. ഭൂരിഭാഗം ക്രൂ അംഗങ്ങളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെങ്കിലും ചിലർ ഇപ്പോഴും കാണാമറയത്താണ്. കപ്പൽ മുങ്ങിയാൽ തീരത്ത് പാരിസ്ഥിതിക സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ കപ്പൽ ഇന്ത്യൻ എക്കണോമിക് സോണിന് പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. വോയേജ് ഡേറ്റ റെക്കോർഡർ അഥവാ കപ്പലിന്റെ BDR ഓഫ്ഷോർ വാരിയർ എന്ന ടഗിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് ഉടൻ കൊച്ചിൻ മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറും. തീ നിയന്ത്രണാതീതമായതും ഡ്രാഫ്റ്റ് വർദ്ധിച്ചതും കപ്പൽ മുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വിഷപദാർത്ഥങ്ങൾ കടലിൽ ചോർന്നാൽ കേരള തീരത്ത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. കാലാവസ്ഥയും കപ്പലിന്റെ അവസ്ഥയും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. വിർഗോ എന്ന കപ്പൽ പൈറോക്കൂൾ എന്ന രാസവസ്തുവുമായി അപകട മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇനി അതാണ് ഏക പ്രതീക്ഷ. DG ഷിപ്പിംഗ് VDR വിശകലനം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. ഇത്രയും ദിവസമായിട്ടും കപ്പലിന്റെ ഉള്ളിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്തത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ആശങ്ക ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.